വെൽക്കം ടു മിസ് ഉർദു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ഉർദു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് മാസങ്ങളുടെ പേരുകൾ ഉറുദുവിൽ എങ്ങനെ പറയാം എന്ന് നോക്കാം. മഹീനോക്കെ നാം. ഒരു വർഷത്തിലെ 12 മാസങ്ങൾ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഇംഗ്ലീഷ് മാസങ്ങൾ ഉറുദുവിൽ എങ്ങനെ പറയാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 12 മഹീനോക്കെ നാം. മഹീന എന്ന് പറഞ്ഞാൽ മാസം, മഹീനോ മാസങ്ങൾ. 12 महीनों के नाम. तो मेरे प्यारे दोस्तों, आप लोग तैयार है ना? आज का वीडियो हम शुरू करें. ആദ്യത്തെ മാസം എല്ലാവർക്കും അറിയാം, ജനുവരി. മലയാളത്തിൽ ജനുവരി. ഉറുദുവിൽ അതിന് പറയുന്ന പേര് ജനുവരി തന്നെയാണ്. ജീമു നൂന് വാവ് റേ യേ ചോട്ടി യേ, ജനുവരി. അടുത്ത മാസം ഫെബ്രുവരി. മലയാളത്തിൽ എഴുതി കാണിക്കുന്നതാണ്, ഇംഗ്ലീഷ് മാസം തന്നെ ഫെബ്രുവരി. മലയാളത്തിലെ മാസം വേറെയാണല്ലോ, ചിങ്ങം കന്നി എന്ന് പറയുന്നത്. ഉറുദുവിൽ ഫെബ്രുവരിക്ക് പറയും ഫെർവരി. അടുത്തത് മാർച്ച്. ഉറുദുവിൽ മാർച്ച് തന്നെയാണ് പറയുക. മീമ് അലിഫ് റേ ചേ, മാർച്ച്. ഏപ്രിൽ മാസത്തിന് ഉറുദുവിൽ പറയും അപ്രീൽ. അലിഫ് പേ റേ ചോട്ടിയെ ലാം, അപ്രീൽ. മെയ്യിൽ ഉറുദുവിൽ മെയ് തന്നെയാണ് പറയുക. മീമ് ഹംസ ചോട്ടിയെ, മെയ്. ജൂൺ മാസത്തിന് ഉറുദുവിൽ ജൂൺ എന്ന് തന്നെയാണ് പറയുക, ജൂൺ. ജീം വാവ് നൂൻ, ജൂൺ. ജൂലൈ. ഉറുദുവിൽ ജൂലൈ. ജീം വാവ് ലാം അലിഫ് ഹംസ യെ ചോട്ടിയെ, ജൂലൈ. ഓഗസ്റ്റ്. ഉറുദുവിൽ അഗസ്ത് എന്നാണ് ഓഗസ്റ്റിന് പറയുക. അഗസ്ത്. അലിഫ് ഗാഫ് സീൻ തേ, അഗസ്ത്. സെപ്റ്റംബറിന് ഉറുദുവിൽ പറയുന്ന വാക്കാണ് സിതംബർ. സീൻ തേ മീം ബേ റേ, സിതംബർ. ഒക്ടോബറിന് ഉറുദുവിൽ പറയും അക്തൂബർ. അലിഫ് കാഫ് തേ വാവ് ബേ റേ, അക്തൂബർ. നവംബറിൽ ഉറുദുവിൽ നവംബർ എന്ന് തന്നെയാണ് പറയുക. നൂന് വാവ് മീമ് ബേ റേ, നവംബർ. ഡിസംബർ 12ാമത്തെ മാസം. ഡിസംബറിന് ഉറുദുവിൽ ഡിസംബർ എന്നാണ് പറയുക. ദാല് സീന് മീമ് ബേ റേ, ഡിസംബർ.
മാസങ്ങളുടെ പേരുകൾ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം ചില മാസങ്ങളിൽ മാത്രം ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊന്നും കൂടി നോക്കുമ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആവുന്നതാണ്. ഓക്കെ. ജനുവരി, ജനുവരി. ഫെബ്രുവരി, ഫെബ്രുവരി. മാർച്ച്, മാർച്ച്. അപ്രിൽ, അപ്രിൽ. മെയ്, മെയ്. ജൂൺ, ജൂൺ. ജൂലൈ, ജൂലൈ. അഗസ്റ്റ്, അഗസ്റ്റ്. സിതംബർ, സിതംബർ. അക്ടോബർ, അക്ടോബർ. നവംബർ, നവംബർ. ഡിസംബർ, ഡിസംബർ. ഒരു വർഷത്തിലെ 12 മാസങ്ങൾ ഉറുദുവിൽ എങ്ങനെ എഴുതാം, എങ്ങനെ വായിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ പരിചയത്തിൽ ഉറുദു പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ. കാരണം ഞാൻ ആഴ്ചയിൽ 1-2 വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കണ സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Bye. Khuda Hafiz.